ഗസ്റ്റ് റോൾ ചെയ്യുന്ന പരിപാടിയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് ഇവരുടേതായിട്ടുള്ള സിനിമകൾ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം മമ്മൂക്ക ഹോസ്റ്റലറിൽ അന്ന് ഗസ്റ്റ് റോൾ ചെയ്തു, അത് ഒരു ആവശ്യമില്ലായിരുന്നു തോന്നിയിട്ടുണ്ട്. കാര്യം എൻട്രി നല്ല ഗ്രാൻഡ് ആയിരുന്നു, പിന്നെ കുറേ നരേഷൻ നടത്താനായിട്ട് പുള്ളിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്തിനായിരുന്നു. അതുപോലെ തന്നെ പുള്ളീനെയൊന്നും ഗസ്റ്റ് റോളിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് പുള്ളിയുടെ ഗസ്റ്റ് റോൾ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്ന് കുത്തിക്കയറ്റുക. ബബ്ബയിൽ ലാലേട്ടനെ കൊണ്ടുവന്ന് കുത്തിക്കയറ്റിയ പോലെയൊന്നും ഇനി ലാലേട്ടനൊന്നും ഒരാളും അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ചത്താപ്പച്ചേല് മമ്മൂക്ക ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ആദ്യം തൊട്ട് ഈ സിനിമയിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഈ വാൾട്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോയി അവിടെ എത്താൻ നേരത്ത് അത് അതിനനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മോശം എന്നൊരു അഭിപ്രായം ഇല്ല. അത് അനുസരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ. സോ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാര്യം ഇതുപോലുള്ള മാസ് എൻ്റർടൈനേഴ്സ്, ഇതുപോലുള്ള ആക്ഷൻ എൻ്റർടൈനേഴ്സ്, ഇതുപോലുള്ള എഡിറ്റിംഗ് അല്ലെങ്കിൽ വിഷ്വലി ഇമാതിരി ഗ്രാൻഡ് പരിപാടി നടത്തുന്ന പടങ്ങൾ മോളിവുഡിൽ റയറായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചാൻസ് ചില മണ്ടന്മാരുടെ സ്ക്രിപ്റ്റ് കഥ നോക്കിയുള്ള റിവ്യൂ കണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കായിരിക്കും ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് നഷ്ടമായി പോകാൻ പോകുന്നത്. സോ ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഒൺലി ഓൺ തിയേറ്റർ. 4 ഇഞ്ച് സ്ക്രീനിൽ കാണാൻ നോക്കല്ലേ. ഒരു പരിപാടിയും കിട്ടത്തില്ല, ഒരു സംശയമില്ല. 4 ഇഞ്ച് സ്ക്രീനിന് പറ്റിയ പടമല്ല ഇത്, OTTക്ക് പറ്റിയ പടമല്ല, ഒൺലി ഫോർ തിയേറ്റർ. സോ ഗോ ആൻഡ് വാച്ച്.